ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 2 ക്യാപ്റ്റൻസി ടാസ്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിന്റെ ആ ഒരു എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ക്യാപ്റ്റൻ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോമണർ ആയിട്ട് വന്നിട്ടുള്ള അനീഷിനെയാണ്. അപ്പൊ ഈ ഒരു സീസണിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു, ഏറ്റവും ആദ്യത്തെ ക്യാപ്റ്റൻ ആയിരുന്നു. ഏറ്റവും കോമഡി എന്താന്ന് വെച്ചാൽ ഈ 19 മത്സരാർത്ഥികളെയും, അനീഷ് അടക്കമുള്ള 19 മത്സരാർത്ഥികളെയും വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് ഈ പ്രാവശ്യം ക്യാപ്റ്റനെ സെലക്ട് ചെയ്യാനുള്ള അവസരം കൊടുത്തിട്ടുള്ളത്. 19 പേർക്കും മനസ്സിലായില്ല അവർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അവർ മണ്ടന്മാരായിക്കൊണ്ടിരിക്കാന്ന് പോലും മനസ്സിലാവാണ്ട് അവരെന്ത് ചെയ്തു, വളരെ സത്യസന്ധമായിട്ട് മണ്ടത്തരം കാണിച്ചു. അതുവഴി നമ്മുടെ അനീഷ് അങ്ങ് കയറിയിട്ട് ക്യാപ്റ്റനായി മാറി. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് ഇങ്ങനെയായിരുന്നു. ഈ ഒരു സീസണിൽ ഈ ഒരു ആഴ്ച ഇവിടെ ക്യാപ്റ്റൻ ആകാൻ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻസി ടാസ്കിന്റെ ആ ഒരു ടാസ്ക് കൊടുത്തു. അപ്പൊ ഇത് കേട്ടപ്പോ ഇവര് വിചാരിച്ചത് എന്താണ്, യോഗ്യത ഇല്ലാത്ത ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ കൂട്ടത്തിൽ നിന്ന് യോഗ്യതയുള്ള ആൾക്കാരെ മാത്രം മനസ്സിലാക്കിയിട്ട് അവരെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കുന്നു വിചാരിച്ചു. ഇവരെന്ത് ചെയ്തു, വളരെ സത്യസന്ധമായിട്ട് യോഗ്യതയില്ലാത്ത ആൾക്കാരുടെ പേര് പറഞ്ഞു. ഏറ്റവും അധികമായിട്ട് ആളുകൾ പറഞ്ഞ പേരായിരുന്നു അനീഷ്. കാരണമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അനീഷ് വന്ന ദിവസം തൊട്ട് അടുത്ത സെക്കൻഡ് തൊട്ട് ഗെയിം കളിച്ചു തുടങ്ങിയിട്ടുള്ള വ്യക്തിയാണ്. മറ്റുള്ളവരെ വെറുപ്പിക്കുക, അരഗന്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുക, ഓവർ കോൺഫിഡൻസ് കാണിക്കുക, അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ പുള്ളിക്കാരൻ കാണിച്ച് എല്ലാവരും ഇങ്ങനെ വെറുപ്പിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കോണ്ടസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ ആ കാരണത്താൽ തന്നെ പലരും അനീഷിന് ക്യാപ്റ്റൻ ആകാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ സത്യസന്ധമായിട്ട് പറഞ്ഞു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് കാര്യം വ്യക്തമാക്കിയത്. ബിഗ് ബോസ് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആ ടാസ്കിനകത്ത് പറഞ്ഞ കാര്യം വ്യക്തമായി വായിച്ചിരുന്നോ എന്ന്. അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് അബദ്ധം പറ്റി. അതിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, യോഗ്യതയില്ലാത്ത വ്യക്തിയെ കണ്ടെത്തുക. പറഞ്ഞ പോലെ എല്ലാവരും ചേർന്ന് യോഗ്യതയില്ലാത്ത വ്യക്തികളെ കണ്ടെത്തി. അതിനകത്ത് ഏറ്റവും അധികമായിട്ട് പേര് വന്ന വ്യക്തി അനീഷാണ്. സോ ആ വ്യക്തിയെ ബിഗ് ബോസ് കയറിയിട്ട് ക്യാപ്റ്റൻ ആക്കി. ഇത്രയുമാണ് സംഭവിച്ചത്. എല്ലാവരും ഒരുപോലെ മണ്ടന്മാരായി എന്ന് മാത്രമല്ല, 7ന്റെ പണി കിട്ടിയെന്നവർക്ക് മനസ്സിലായി. ഈ 7ന്റെ പണി വരുന്നു വരുന്നു എന്നൊക്കെ പറയുന്നുവെങ്കിലും തുടക്കത്തിൽ തന്നെ വലിയൊരു പണിയാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്. അത് ആരോ ഒരാൾ പറയുകയും ചെയ്തു, ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന്. അപ്പം വരും എപ്പിസോഡുകളിൽ ഇതിനേക്കാൾ വലിയ പണികളൊക്കെ ഇവർക്ക് കിട്ടാൻ പോകുന്നുണ്ടെന്ന് ഉറപ്പാണ്. ഏതായാലും ഇവർ വിചാരിക്കാത്ത പോലെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു. അനീഷ് ക്യാപ്റ്റനായി മാറിയിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി ഇവിടെ ഗെയിം കളിച്ചത് ആരാണ്? 19 മത്സരാർത്ഥികളാണോ? അല്ല എന്നാണ് ഉത്തരം. ഇവിടെ ശരിക്കും ഗെയിം കളിച്ചിട്ടുള്ളത് നമ്മുടെ ബിഗ് ബോസ് ആണ്. നല്ല ഒന്നാം തരം ഗെയിമാണ് കളിച്ചിരിക്കുന്നത്. ബിഗ് ബോസ് എന്ത് ചെയ്തു, ഇവരൊക്കെ മണ്ടന്മാരാക്കിക്കൊണ്ട് ഏറ്റവും അധികം കോണ്ടന്റ് കൊടുക്കുന്ന ഒരാളെ പിടിച്ചിട്ട് ക്യാപ്റ്റൻ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. ബിഗ് ബോസിന് ആവശ്യം ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള എല്ലാം തികഞ്ഞ നല്ല കുട്ടി ഇമേജ് ഉള്ള ഒരു മനുഷ്യനേ അല്ല. ആർക്ക് കോണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നോ, ആരാണോ നല്ല പോലെ ഗെയിം കളിക്കുന്നത്, അയാളെയാണ് ബിഗ് ബോസിന് ആവശ്യം. അനീഷ് ആണെങ്കിൽ വന്ന ദിവസം തൊട്ട് എല്ലാവരും വെറുപ്പിച്ച് വെറുപ്പിച്ച് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാവരും അനീഷിന്റെ പേര് പറഞ്ഞത് തന്നെ. അനീഷ് ഇത്രയും വെറുപ്പിച്ചത് കൊണ്ടാണ്, ഗെയിമിന്റെ ഭാഗമായിട്ട് വെറുപ്പിച്ചത് കൊണ്ടാണ് ഇവർ ഇത്രയും പേര് അനീഷിന്റെ പേര് പറഞ്ഞത്. ആ ഗെയിം കളിക്കുന്ന വ്യക്തിയെ തന്നെ ബിഗ് ബോസ് എന്ത് ക്യാപ്റ്റൻ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് കോണ്ടന്റ് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ശരിക്കും ബിഗ് ബോസ് ആണ് ഇവിടുത്തെ ശരിക്കുമുള്ള ഗെയിം കളിച്ചിട്ടുള്ളത്. ആ ഒരു കോണ്ടന്റ് കാരണം ഉറപ്പായിട്ടും ഇതൊരു ട്രെൻഡിങ് ലെവലിലേക്ക് ഉയരുമെന്ന് ബിഗ് ബോസിന് അറിയാം. അതായത് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി ക്യാപ്റ്റൻ ലെവലിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ഒരാൾ ഉയർന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു ട്രെൻഡിങ് സംഭവമായിട്ട് മാറും, ഷോർട്ട് ട്രെൻഡിങ് ആയിട്ട് മാറും. ഒരുപാട് ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം. ബിഗ് ബോസ് അതുകൊണ്ട് നല്ല പോലെ ഗെയിം കളിച്ചു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ബിഗ് ബോസിന്റെ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ഓരോ സീസണും നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തും ബിഗ് ബോസ് ഇതേ തന്ത്രങ്ങൾ കളിച്ചിട്ടുണ്ട്. കുറെ മുൻപേ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ബിഗ് ബോസ് സീസൺ 2 വന്നിട്ടുള്ള ഡോക്ടർ രജിത് കുമാറിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതുപോലെ വിക്ടിം കാർഡ് ഇറക്കി മറ്റുള്ളവരെ വെറുപ്പിച്ച് വെറുപ്പിച്ച് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് മാറി കോണർ ചെയ്യപ്പെടുന്നു എന്നൊക്കെ അവകാശപ്പെട്ടിട്ട് പുള്ളിക്കാരെ പിന്നീട് ഇതേപോലെ കയറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് സീസൺ 5 അഖിൽമാരാർ കളിച്ചിട്ടുള്ള കളി. പുള്ളിക്കാരനും ഇതേ ഗെയിം സ്ട്രാറ്റജിയാണ് ഇറക്കിയിട്ടുള്ളത്. പുള്ളിക്കാരൻ ഇതേപോലെ കോണർ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വിക്ടിം കാർഡൊക്കെ ഇറക്കുന്ന അവസ്ഥയിലേക്കൊക്കെ മാറിയിട്ട് അവസാനം പ്രേക്ഷകരുടെ സ്വീകാര്യത നേടി ബിഗ് ബോസ് എന്ത് ചെയ്തു, പുള്ളിയെ വിന്നറാക്കി കൊണ്ടുവന്നു. ഇതേ സാധനമാണ് ജിൻഡോ ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ ജിൻഡോ വന്നിട്ട് ഇതേപോലെ വിക്ടിം കാർഡ് ഇറക്കി കോണർ ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ ഒരു സിമ്പതിക്ക് പിടിച്ചു പറ്റി ഈ പറഞ്ഞ പോലെ വിന്നറായി മാറിയിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇതേ സാധനം നടന്നിട്ടുണ്ട്. അത് ഏറ്റവും തുടക്കത്തിലാണ് ഈ പ്രാവശ്യം അനീഷിലൂടെ ബിഗ് ബോസ് ചെയ്തിട്ടുള്ളത്. ഇത്രയും കാലം ചെയ്ത സംഭവത്തെ ഉൾട്ടടിപ്പിച്ചിട്ട് ഈ പ്രാവശ്യം തുടക്കത്തിൽ തന്നെ അനീഷിനെ വെച്ചിട്ട് ഈ ഒരു ഗെയിം കളിച്ചു. ബിഗ് ബോസ് എന്ത് വിചാരിച്ചോ ആ കാര്യം സംഭവിച്ചു. ബിഗ് ബോസ് വിചാരിച്ച പോലെ കോണ്ടന്റ് കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളെ തന്നെ ക്യാപ്റ്റൻസി ലെവലിലേക്ക് കൊണ്ടുവന്നു. ഇത്രയും നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയായിരിക്കുമ്പോൾ ആ ഒരു വീടിനകത്ത് ഒരാഴ്ച പൊട്ടിത്തെറികൾ സംഭവിക്കുന്നതാണ് വിചാരിക്കുന്നത്. ചുമ്മാ ഇരിക്കില്ല, പൊട്ടിത്തെറികൾ സംഭവിക്കും. ഇയാളുടെ ഈ അരഗന്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ കാര്യങ്ങളൊക്കെ വലിയ പ്രശ്നങ്ങൾ വീടിനകത്ത് ഉണ്ടാക്കും. എല്ലാം സംഭവിക്കും. സോ ബിഗ് ബോസിന്റെ ഈ ഒരു ഗെയിം നൈസായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. യഥാർത്ഥ ഗെയിമർ യഥാർത്ഥ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്
19 മത്സരാർത്ഥികളുമല്ല, അത് സാക്ഷാൽ ബിഗ് ബോസ് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം.